ഓറുസേ നമുക്കേ അടുത്ത സബ്ജക്റ്റിലേക്ക് കയറാം. ഇനി ഇംഗ്ലീഷ്. ഇതൊക്കെ വേണോ അളിയ? വേണ്ടേ പാറൂസ? പിന്നെ നമുക്കേ ആദ്യം കേട്ടെഴുത്ത്. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് പാറൂസ് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാ? അത് റംബൂട്ടാൻ. അങ്ങനെയാണെങ്കിലേ റംബൂട്ടാന്റെ സ്പെല്ലിംഗ് അങ്ങ് എഴുതും. അതെ, അളിയനെ ഞാൻ പറ്റിച്ചതാണേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ആപ്പിളാ. ആപ്പിൾ ആണോ? ഞാൻ എഴുതട്ടെ. ആപ്പിളിന്റെ സ്പെല്ലിംഗ് എഴുതണ്ട, അത് എല്ലാവർക്കും അറിയാവുന്നതാ. ഒരു കാര്യം ചെയ്യ്, മാംഗോയുടെ സ്പെല്ലിംഗ്. ഈ മാങ്ങ എന്ന് പറയുമ്പോ നാട്ടുമാങ്ങയാണോ അത് വരിച്ച മാങ്ങയാണോ? നാട്ടുമാങ്ങ എഴുതും. മൂവാണ്ടനാണോ അതോ പ്രിയൂരാണോ? പച്ചയാണോ അതോ മഞ്ഞയാണോ? പാറൂസേ മാംഗോ എന്നങ്ങ് എഴുതിയാ മതി. പൊന്നളിയ, ഇതൊക്കെ വേണോ? ഓ വേണം കുട്ടയാ, എഴുത്. അളിയ, നല്ല മഴ, നമുക്ക് ചൂടിടാൻ പോയാലോ? മഴയൊക്കെ നനഞ്ഞ് പനിയൊക്കെ പിടിച്ച് സ്കൂളിൽ പോകാണ്ടിരിക്കാനുള്ള അടവല്ലേ? വേണ്ട, എഴുതാൻ നോക്കി. എന്തുവാ അളിയ? അളിയില് സോപ്പിട്ട് കഴിഞ്ഞ പുറത്ത് നല്ല മഴ, സ്കൂളിലൊന്നും പോവണ്ട, എന്താ ജീവിതം. ഇതിനേക്കാളും നല്ലത് സ്കൂളിൽ പോന്നായിരുന്നു. രാവിലെ തൊട്ടെന്നെ പിടിച്ചിരുത്തേക്കുവാ. പിന്നെ പാറൂസ പഠിക്കണ്ടേ? പഠിച്ചു വലുതായിട്ട് നമുക്ക് ഡോക്ടർ ആവണ്ടേ അല്ലേ? ചേച്ചി അങ്ങനെ പറഞ്ഞേക്കുന്നേ. എനിക്ക് ഡോക്ടർ ഒന്നും ആവണ്ട. നീ ഡോക്ടർ ആവേ ആവാതിരിക്കേ എന്തെങ്കിലും കാണിക്ക്, പക്ഷെ 10ാം ക്ലാസ് എങ്കിലും പാസ്സാവണം. 10ാം ക്ലാസ് വരെ നമ്മളിവിടെ പഠിപ്പിക്കുന്നുള്ളൂ? ആദ്യം 10ാം ക്ലാസ് വരെ ഒന്ന് എത്തോന്ന് നോക്കട്ടെ. പഠിക്കത്തുമില്ല, സ്കൂളിലും പോകത്തില്ല, പഠിക്കാൻ വിളിച്ചാ ഒന്നില്ലെങ്കിൽ വിശപ്പ് അല്ലെങ്കിൽ അവർക്ക് ബാത്റൂമിൽ പോണം. പഠിക്കാൻ വെച്ചേ വരയ്ക്കരുത്. അളയാ, ലുക്ക് അറ്റ് ദ ക്ലൈമറ്റ്. ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? നല്ല ഇളം മഴ, നിറഞ്ഞു കിടക്കുന്ന പാറമട, മീൻ പിടിക്കാൻ പോയാലാ? ബട്ട് വൈ? മഴയാ കൊച്ചേ, വല്ല തുമ്മല ചീത്തല പനിയൊക്കെ പിടിക്കും. ഇതാണെങ്കിൽ സ്കൂളിൽ പോകാതിരിക്കാൻ നോക്കിയിരിക്കുകയാണ്. നിനക്ക് പിന്നെ തിരിച്ചൊക്കെ പോണ്ടേ? പോയി പോയി കൈവിട്ട് പോയി, തീർന്ന് പോച്ച്. ചേച്ചി നമ്മുടെ കൈവിട്ട് പോയളിയാ. പറഞ്ഞിട്ടില്ലേ മഴയാണ് തുമ്മലൊരു മൂക്കൽ പോരുന്നൊക്കെ. തള്ള വൈബ് കേട്ടോ, തള്ള വൈബ്. തള്ള വൈബൊന്നും അല്ല, ജസ്റ്റ് ഒന്ന് ഉപദേശിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ പെർഫെക്റ്റ്. ആരാണ് ചേച്ചി ഉപദേശിക്കുന്നത്? തള്ള വൈബുകാര്. അല്ലെങ്കിൽ വേണ്ട, നീ പോയി നോക്കിട്ട് വാ. ഞാനില്ല, വല്ല പുട്ടിന് പീരിട്ടോട്ടേന്നാ അല്ലെങ്കിൽ പുട്ട് കുത്തിയിട്ടോട്ടെന്നാ അതൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിക്കുമായിരിക്കും. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ഉപദേശിക്കാൻ പോകണ്ടേ. ഉപദേശിച്ച ചേച്ചിയല്ലേ, പോയി നോക്ക്. ഞാനൊന്നുമില്ലല്ലോ, ഉണർന്നു പോയോ? അത് നമ്മൾ ഊതാൻ വിളിക്കണതാ. ഇത് കണിയാൻ്റെ ശബ്ദമല്ലേ? അപ്പൊ അമ്മൂമ്മക്ക് എന്താ പറ്റിയിട്ടുണ്ട്? എന്താ അമ്മയ്ക്കൊരു കുഴപ്പമില്ലല്ലേ? കനയാൻഡി എന്തിനാ വിളിച്ചേ? അമ്മ കൂപ്പിട சொன்னாங்க. അമ്മമ്മേ, സ്മാർട്ട് ആവാം, പക്ഷെ ഓവർ സ്മാർട്ട് ആവരുത് കേട്ടോ. അയ്യോ, നിങ്ങളല്ലയോ പറഞ്ഞത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂന്ന്. അതായത് അമ്മുമ്മേ, എല്ലാ കാര്യവും ചോദിച്ചിട്ട് ചെയ്യണ്ട. ഈ ചെറിയ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്തോളൂ. വലിയ കാര്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. എന്നോട് പറഞ്ഞു ചോദിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ, ഞാൻ അതേ ചെയ്തുള്ളൂ. മോനെ, അരി എത്ര പ്രാവശ്യം കഴുകണം? അമ്മൂമ്മ 3 തവണ കഴുകിയാൽ മതിയാകും. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ലച്ചു, സാമ്പാർ വെക്കണമാ പരിപ്പ് വെക്കണമാ? അയ്യോ, ഞാൻ സീരിയസ് ആ കേട്ട ലച്ചു. കനാനി പരിപ്പ് വെച്ചാ മതി, സാമ്പാർ വേണ്ട, കട്ട്. പാറൂസേ, നമുക്ക് പഠിക്കാൻ പോവാം. കഴിഞ്ഞ സംശയം അതോ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഉറപ്പാണേ ഇല്ലെന്ന്? ഇല്ല. എന്നാ പോയിക്കോട്ടെ. മക്കളെ, പരിപ്പ് വെക്കുമ്പോഴേ മുരിങ്ങയ്ക്ക ഇട്ട് വെക്കണോ ഇടാതെ വെക്കണോ? കുറച്ച് മത്തത്തലയിട്ട് വെക്കാൻ പറ്റും. കേശു അരുത്, അമ്മുമ്മയാണ്. മത്തത്തലയിട്ട് എങ്ങനെ വെക്കാൻ പറ്റുമല്ലേ? ഞാൻ പറയാം.
അമ്മുമ്മ ഒരു 3 മുരിങ്ങ ഇട്ടങ്ങ് വെച്ചോ. ഓക്കെ, വേറെന്തെങ്കിലും ഇല്ല. ഇളക്കാനൊന്നും മറക്കരുത് കേട്ടോ. മുരിങ്ങയ്ക്ക് ഈ നീളത്തിനുള്ള ഇട്ട് വെച്ചാൽ മതി അമ്മൂമ്മ. നിങ്ങളോട് ചോദിക്കില്ല. മുറിക്കാൻ മറക്കല്ലേ. ഓക്കെ ആന്റി. അമ്മ വെക്കരുത്. ഈ അടുപ്പത്ത് അവിടെ വെച്ചാൽ മതി. ആയിക്കോട്ടെ ഗ്യാസ് തിരിച്ചിട്ട് ആയിക്കോട്ടെ. ആ ലൈറ്റർ. ഓ. നീ വിളിക്കില്ലേ? அம்மா என்னம்மா நீங்க இந்த மாதிரி கேள்வி எல்லாம் கேக்குறீங்க?